ഗസിന്റെ കയ്യിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഹാങ്കിനെ കൊല്ലാൻ തീരുമാനിച്ച ലിയോണലും മാർക്കോയും വീട്ടിലേക്ക് തിരികെ പോയി. അവിടെ വെച്ച് കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവം അവർ ഓർത്തെടുത്തു. അന്ന് അവർക്ക് ഏകദേശം 15 വയസ്സായിരുന്നു. വീടിന് പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലിയോണലിന്റെ കളിപ്പാട്ടം മാർക്കോ പൊട്ടിച്ചു കളഞ്ഞു. തന്റെ കളിപ്പാട്ടം മാർക്കോ പൊട്ടിച്ചു കളഞ്ഞുവെന്നും ഇങ്ങനെ പോയാൽ ഞാൻ അവനെ കൊല്ലുമെന്നും ലിയോണൽ അമ്മാവനായ ഹെക്ടറിനോട് പരാതി പറഞ്ഞു. ആ പ്രശ്നം തീർക്കാൻ മാർക്കോയെ അടുത്തേക്ക് വിളിക്കുന്ന ഹെക്ടർ അവനെ കൊല്ലുകയല്ലേ നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് മാർക്കോയുടെ തല ബിയർ ബോട്ടിലുകൾ ഇട്ടുവെച്ച ബക്കറ്റിൽ മുക്കിപ്പിടിച്ചു. മാർക്കോ ശ്വാസം കിട്ടാതെ പിടയുന്നത് കണ്ട ലിയോണൽ അമ്മാവനോട് അവനെ വെറുതെ വിടാൻ പറഞ്ഞെങ്കിലും തന്നെ ശക്തമായി ആക്രമിക്കാതെ അവനെ വിടില്ലെന്നായിരുന്നു ഹെക്ടറിന്റെ മറുപടി. തന്റെ അനുജനെ രക്ഷിക്കാനായി ഹെക്ടറിന്റെ മുഖത്ത് ചോര പൊടിയുന്നതുവരെ ലിയോണൽ ആഞ്ഞടിച്ചു. അതോടെ മാർക്കോയെ വിടുന്ന ഹെക്ടർ അവരോട് ഒരു കാര്യം പറഞ്ഞു. കുടുംബമാണ് എന്തിനേക്കാളും വലുത്. അത് തകർക്കാൻ ആരെയും അനുവദിക്കരുത്. സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം എത്രത്തോളം വലുതാണെന്ന് ക്രൂരമായ ഒരു പ്രവൃത്തിയിലൂടെ അവരെ പഠിപ്പിച്ചതായിരുന്നു ഹെക്ടർ. അതോടെ തങ്ങളുടെ സഹോദരൻ ടൂക്കോയെ കൊന്നവനോട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച അവർ മരണത്തിന്റെ ദേവന് മുന്നിൽ വെച്ച വാൾട്ടിന്റെ ഫോട്ടോ മാറ്റി അവിടെ ഹാങ്കിന്റെ ഫോട്ടോ വെച്ചു. അതേസമയം വാൾട്ടിനൊപ്പം ചേർന്ന് തങ്ങളുടെ വാൻ നശിപ്പിച്ച ശേഷം ജെസ്സി തിരികെ വീട്ടിലെത്തി. അപ്പോഴേക്കും തന്റെ ഭാര്യയ്ക്ക് അപകടം സംഭവിച്ചു എന്ന് കള്ളം പറഞ്ഞ് തന്നെ കബളിപ്പിച്ചത് ജെസ്സിയാണെന്ന് കരുതിയ ഹാങ്ക് അവന്റെ പിന്നാലെ അവിടെ എത്തിയിരുന്നു. കാറിൽ നിന്നിറങ്ങിയ ഹാങ്ക് അങ്ങേയറ്റം ദേഷ്യത്തോടെ ജെസ്സിയുടെ അടുത്തേക്ക് ചെന്നു. തന്റെ വക്കീലിനോട് സംസാരിച്ചാൽ മതിയെന്നും എന്നെ നിങ്ങൾക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും ജെസ്സി പരിഹാസത്തോടെ ഹാങ്കിനോട് പറഞ്ഞു. അതിന് മറുപടി പറയുന്നതിനു പകരം തന്റെ സർവ്വശക്തിയുമെടുത്ത് ഹാങ്ക് ജെസ്സിയുടെ മുഖത്ത് ആഞ്ഞടിച്ചു. ആദ്യത്തെ ഇടിയിൽ തന്നെ താഴെ വീണ ജെസ്സിയോട് എന്ത് ധൈര്യത്തിലാണ് നീ എന്റെ ഭാര്യയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുന്ന ഹാങ്ക് അവന്റെ മുഖത്ത് വീണ്ടും വീണ്ടും ആഞ്ഞടിച്ചു. ശക്തമായ മർദ്ദനം താങ്ങാൻ കഴിയാതെ അവന്റെ ബോധം നഷ്ടപ്പെട്ടതോടെ ദേഷ്യത്തിന്റെ പുറത്ത് താൻ ചെയ്തത് കുറച്ചു കൂടിപ്പോയെന്ന് ഹാങ്കിന് തോന്നി. ചോര പുരണ്ട കൈകളിലേക്ക് നോക്കി പകച്ചു നിന്ന ഹാങ്ക് അപ്പോൾ തന്നെ അവനെ ആശുപത്രിയിൽ എത്തിക്കാൻ ആംബുലൻസ് വിളിച്ചു. ശേഷം ആശുപത്രിയിൽ കിടക്കുന്ന ജെസ്സിയെ കാണാൻ അവന്റെ വക്കീലായ സോൾ എത്തി. വ്യക്തമായ തെളിവുകളില്ലാതെ ഹാങ്ക് നിന്നെ മർദ്ദിച്ച് ഈ ഒരവസ്ഥയിലാക്കിയെന്ന് പുറത്തറിഞ്ഞാൽ അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വലിയൊരു നാണക്കേടാകുമെന്നും അതുകൊണ്ട് തന്നെ നിന്നെ തൊടാൻ ഇനി പോലീസുകാർക്ക് പേടിയായിരിക്കുമെന്നും സോൾ അവനെ സമാധാനിപ്പിച്ചു. അപ്പോഴേക്കും വിവരമറിഞ്ഞ് വാൾട്ട് അവിടെ എത്തി. ഗ്യാരേജിൽ നിന്നും രക്ഷപ്പെടാൻ താൻ പ്രയോഗിച്ച ബുദ്ധി കാരണം ജെസ്സിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ വാൾട്ട് അവനോട് ആത്മാർത്ഥമായി മാപ്പ് ചോദിച്ച ശേഷം ഈ കേസിൽ ഇനി എന്താണ് അടുത്ത നടപടിക്രമങ്ങളെന്ന് സോളിനോട് ചോദിച്ചു. എന്നാൽ അതിനുത്തരം പറഞ്ഞത് ജെസ്സി ആയിരുന്നു. തെളിവുകളില്ലാതെ ഒരു വ്യക്തിയെ പോലീസുകാർ മർദ്ദിക്കുന്നത് അമേരിക്കൻ നിയമപ്രകാരം ജോലി തെറിക്കുന്ന പരിപാടിയാണെന്നറിയാമായിരുന്ന ജെസ്സി താൻ ഇവിടെ നിന്നും പുറത്തിറങ്ങിയാൽ ഹാങ്കിനെതിരെ പോലീസ് മർദ്ദനത്തിന് കേസ് കൊടുത്ത് അവന്റെ ജോലി തെറിപ്പിക്കുമെന്നും അവന് താങ്ങാൻ കഴിയാത്ത വിധം ഒരു വലിയ തുക നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അവന്റെ കുടുംബം കുളം തോണ്ടുമെന്നും ജെസ്സി ദേഷ്യത്തോടെ വാൾട്ടിനോട് പറഞ്ഞു. എന്നാൽ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്ന സോൾ നിലവിലെ സാഹചര്യത്തിൽ പോലീസ് നിന്നെ ഒന്നും ചെയ്യില്ലെന്നും മറിച്ച് നീ അവർക്കെതിരെ കേസ് കൊടുത്താൽ അവർ നിന്റെ പഴയ കഥകൾ കുത്തിപ്പൊക്കി നിന്നെയും ഞങ്ങളെയും അകത്താക്കുമെന്നും പറഞ്ഞു. സോൾ പറഞ്ഞത് ശരിവെക്കുന്ന വാൾട്ട് ഇതെല്ലാം മറന്ന് മുന്നോട്ട് പോകണമെന്നും നിനക്ക് വേണ്ട എല്ലാ സഹായവും ഞങ്ങൾ ചെയ്യുമെന്നും പറഞ്ഞു. എന്നാൽ ജെസ്സി അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. തനിക്ക് ആരുടെയും ഔദാര്യം വേണ്ടെന്നും പുറത്തിറങ്ങിയാൽ പുതിയൊരു വാഹനം വാങ്ങി വീണ്ടും മെത്തുണ്ടാക്കാൻ തുടങ്ങുമെന്നും അവൻ പറഞ്ഞു. പോലീസിന് നിന്നെ സംശയമുള്ളതുകൊണ്ട് ഇനി അങ്ങോട്ട് അവർ നിന്നെ സ്ഥിരമായി നിരീക്ഷിക്കുമെന്നും നീ ഇനിയും മെത്തുണ്ടാക്കാൻ ഇറങ്ങിയാൽ അവർ നിന്നെ ഉറപ്പായും അകത്താക്കുമെന്നും വാൾട്ട് അവനോട് പറഞ്ഞു. അതിന് ജെസ്സി പറഞ്ഞ മറുപടി വാൾട്ടിനെയും സോളിനെയും ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു. എന്നെ എങ്ങാനും പോലീസ് പിടിച്ചാൽ അവർക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഞാൻ കൊടുക്കും. കോടിക്കണക്കിന് ഡോളറിന്റെ മയക്കുമരുന്ന് സാമ്രാജ്യം ഭരിക്കുന്ന ഹൈസൻബർഗിനെ ഞാൻ അവർക്ക് ഒറ്റിക്കൊടുക്കും. അതോടെ അവർ എന്നെ വെറുതെ വിടും. ജെസ്സി വാൾട്ടിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ശേഷം പുറത്തു വെച്ച് വാൾട്ടിനോട് സംസാരിക്കുന്ന സോൾ ഇങ്ങനെ പോയാൽ എല്ലാവരും അകത്താകുമെന്നും അവനെ സമാധാനിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്നും പറഞ്ഞു. ഹാങ്ക് അത്രയും ക്രൂരമായി മർദ്ദിച്ചിട്ടും ജെസ്സി നമ്മുടെ പേര് പറഞ്ഞിട്ടില്ലെന്നും അതുകൊണ്ട് അവൻ ഒരിക്കലും നമ്മളെ ഒറ്റിക്കൊടുക്കില്ലെന്ന് വാൾട്ട് പറഞ്ഞപ്പോൾ സോൾ വാൾട്ടിന് ഒരു മുന്നറിയിപ്പ് നൽകി. അവൻ കാര്യമായിട്ടാണ് അതൊക്കെ പറഞ്ഞത്. ജെസ്സി വീണ്ടും മെത്തുണ്ടാക്കാൻ പോയാൽ അവൻ തീർച്ചയായും പിടിക്കപ്പെടും. ജയിൽ ശിക്ഷ കിട്ടുമെന്നുറപ്പായാൽ അവൻ എന്തായാലും നിന്റെ പേര് പറയും. അതുകൊണ്ട് ഈ തീരുമാനത്തിൽ നിന്നും അവൻ മാറിയില്ലെങ്കിൽ നമ്മുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അവനെ ഇല്ലാതാക്കേണ്ടി വരുമെന്ന് സോൾ വാൾട്ടിനോട് പറഞ്ഞു. അടുത്ത ദിവസം മേലുദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ ഹാങ്ക് തന്റെ ഭാഗം വിശദീകരിച്ചു. നഗരത്തിൽ വ്യാപകമായ നീല മെത്തുണ്ടാക്കുന്നതിലും കച്ചവടം ചെയ്യുന്നതിലും ജെസ്സിക്ക് വ്യക്തമായ പങ്കുണ്ടെന്നും അവൻ മെത്തുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വാഹനം താൻ കണ്ടെത്തിയിരുന്നുവെന്നും പറയുന്ന ഹാങ്ക് അത് പരിശോധിക്കാനുള്ള വാറന്റിനായി കാത്തു നിൽക്കുമ്പോൾ തന്റെ ഭാര്യ മേരി അപകടത്തിൽപ്പെട്ടെന്നുള്ള ഫോൺ കോൾ വന്നെന്നും അതോടെ ജെസ്സിയെ വിട്ട് താൻ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് അതൊരു വ്യാജ കോളാണെന്ന് തനിക്ക് മനസ്സിലായതെന്നും ഹാങ്ക് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. മാത്രമല്ല തിരികെ താൻ ഗാരേജിൽ എത്തിയപ്പോഴേക്കും ഒരു തെളിവും ബാക്കി വെക്കാതെ ആ വാഹനം അവർ നശിപ്പിച്ചു കളഞ്ഞിരുന്നു. ആ ദേഷ്യത്തിലാണ്
താൻ ജെസ്സിയുടെ വീട്ടിലേക്ക് പോയി അവനെ മർദ്ദിച്ചതെന്ന് ഹാങ്ക് അവരോട് തുറന്നു സമ്മതിച്ചു. അതോടെ അനിശ്ചിത കാലത്തേക്ക് ഹാങ്കിനെ സസ്പെൻഡ് ചെയ്യുകയല്ലാതെ അവർക്ക് വേറെ വഴിയില്ലായിരുന്നു. മാത്രമല്ല, ജെസ്സി ഹാങ്കിനെതിരെ പോലീസ് മർദ്ദനത്തിന് കേസ് കൊടുക്കാൻ തീരുമാനിച്ച കാര്യവും അവർ ഹാങ്കിനെ അറിയിച്ചു. എന്നാൽ മയക്കുമരുന്നിനടിമയായ ജെസ്സി കേസ് കൊടുത്താൽ അത് നിലനിൽക്കുമോ എന്നൊരു ഉദ്യോഗസ്ഥൻ ചോദിച്ചെങ്കിലും റീഹാബിൽ നിന്നും വന്ന ശേഷം ഒരു തരത്തിലുള്ള ലഹരിയും ഉപയോഗിച്ചിട്ടില്ലാത്ത ജെസ്സിയുടെ രക്തം അവർ പരിശോധിച്ചപ്പോൾ അത്തരത്തിലൊന്നും അവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് കേസ് മുഴുവനായും ഹാങ്കിന് പ്രതികൂലമായി ബാധിക്കുമെന്ന് അവർ പറഞ്ഞു. കൂടുതൽ നടപടികൾക്കായി ഹാങ്കിനെ വീണ്ടും വിളിപ്പിക്കുമെന്ന് പറഞ്ഞ ശേഷം അവർ പിരിഞ്ഞു. ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും ഒടുവിൽ തനിക്ക് ലഭിച്ച സസ്പെൻഷനുമായി തന്റെ സഹപ്രവർത്തകരുടെ മുഖത്തുപോലും നോക്കാതെ ഹാങ്ക് പുറത്തേക്കിറങ്ങി. സങ്കടം താങ്ങാനാകാതെ അവനെയും കാത്ത് ലിഫ്റ്റിലുണ്ടായിരുന്ന മേരിയെ കെട്ടിപ്പിടിച്ച് അവൻ പൊട്ടിക്കരഞ്ഞു. അന്ന് വൈകുന്നേരം സ്കൈലർ വാൾട്ടിനെ കാണാനായി അവന്റെ അപ്പാർട്ട്മെന്റിൽ ചെന്നു. നിങ്ങളുടെ സുഹൃത്തായ ജെസ്സിയെ മർദ്ദിച്ചതിന്റെ പേരിൽ ഹാങ്കിന് ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും നിങ്ങൾ പറഞ്ഞാൽ അവൻ അനുസരിക്കുമെങ്കിൽ ഹാങ്കിനു വേണ്ടി നിങ്ങൾ അവനോടൊന്ന് സംസാരിക്കണമെന്നും സ്കൈലർ വാൾട്ടിനോട് അഭ്യർത്ഥിച്ചു. എന്നാൽ തനിക്കിപ്പോൾ അവനുമായി യാതൊരു ബന്ധവുമില്ലെന്നും മാത്രമല്ല നമ്മൾ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന അവസ്ഥയിൽ ഇത്തരം സഹായങ്ങൾ ചെയ്യാൻ മാത്രം ഹാങ്ക് തന്റെ ആരുമല്ലെന്നും പറയുന്ന വാൾട്ട് തനിക്ക് പുറത്തു പോകാനുണ്ടെന്നും പറഞ്ഞ് വാതിലടച്ചു. ശേഷം വാൾട്ട് ജോലിക്കായി നേരെ ലാബിലേക്ക് പോയി. അന്നത്തെ ബാച്ച് ഉണ്ടാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും വാൾട്ട് ഇല്ലാതെ തന്നെ ഗെയിൽ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കാണുന്ന വാൾട്ടിന് ചെറിയൊരു ഭയം തോന്നി. തന്റെ ഫോർമുലയും താൻ പാചകം ചെയ്യുന്ന രീതിയുമെല്ലാം ഗെയിൽ വ്യക്തമായി ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, അവൻ തന്നെ പോലെ തന്നെ കെമിസ്ട്രിയിൽ അഗാധമായ അറിവുള്ളവനുമാണ്. അങ്ങനെ നോക്കുമ്പോൾ അവൻ അതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഗസ് തന്നെ ഒഴിവാക്കി എല്ലാം അവനെ ഏൽപ്പിക്കാനും സാധ്യതയുണ്ട്. അതോടെ വാൾട്ട് ചില കാര്യങ്ങൾ തീരുമാനിച്ചു. ഗസ്സുമായി സംസാരിച്ച് ഗെയിലിനെ ഒഴിവാക്കി പകരം ജെസ്സിയെ തന്റെ അസിസ്റ്റന്റായി നിയമിക്കുക. അതിൽ 2 കാര്യങ്ങളാണ് വാൾട്ടിനുള്ളത്. ഒന്ന്, ജെസ്സി ഒരിക്കലും ഗെയിലിനെ പോലെ വാൾട്ടിനൊരു ഭീഷണിയാവില്ല. മറ്റൊന്ന്, ജെസ്സിയെ ജോലിയിൽ തിരികെ എടുക്കുന്നതിനു പകരമായി അവനെ കൊണ്ട് ഹാങ്കിനെതിരെയുള്ള കേസ് പിൻവലിപ്പിക്കുകയും ചെയ്യാം. ശേഷം ഗെയിലിനെ പുറത്താക്കാൻ വാൾട്ട് മനഃപൂർവ്വം ഒരു കാരണമുണ്ടാക്കി. മെത്തുണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കെമിക്കലുകളെല്ലാം ചൂടാക്കുന്ന യന്ത്രത്തിന്റെ താപനില 85 ഡിഗ്രിയിൽ സെറ്റ് ചെയ്യാനാണ് താൻ പറഞ്ഞതെന്നും നീ ഇപ്പോൾ 75 ഡിഗ്രിയിലാണ് അത് സെറ്റ് ചെയ്തതെന്നും പറഞ്ഞ് വാൾട്ട് അവനോട് തർക്കിച്ചു. എന്നാൽ വാൾട്ട് 75 എന്നാണ് പറഞ്ഞതെന്നും താൻ അത് കൃത്യമായി പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നും ഗെയിൽ മറുപടി പറഞ്ഞു. താൻ 85 എന്ന് തന്നെയാണ് പറഞ്ഞതെന്ന് പറയുന്ന വാൾട്ട് നീ കാരണം ഈ ബാച്ച് മുഴുവൻ നശിച്ചു പോയെന്നും അതെല്ലാം എടുത്തൊഴിവാക്കാനും അവനോട് പറഞ്ഞു. ശേഷം ഗസ്സിനെ വിളിക്കുന്ന വാൾട്ട് ഗെയിലിനെ കൊണ്ട് ഈ ജോലി ചെയ്യാൻ കഴിയില്ലെന്നും പകരം തനിക്ക് അസിസ്റ്റന്റായി ജെസ്സിയെ തന്നെ വേണമെന്നും ആവശ്യപ്പെട്ടു. ആദ്യം ഗസ് അതിന് തയ്യാറായില്ലെങ്കിലും അവർ തമ്മിൽ ഉണ്ടാക്കിയ കരാറിൽ വാൾട്ടിന് ഇഷ്ടമുള്ളവരെ അസിസ്റ്റന്റായി നിർത്താമെന്നുള്ള നിബന്ധനയുണ്ടായിരുന്നതുകൊണ്ട് ഗസ് അതിന് സമ്മതം മൂളി. തുടർന്ന് ആശുപത്രിയിലെത്തിയ വാൾട്ട് ഗെയിലിന് പകരം തന്റെ അസിസ്റ്റന്റായി ലാബിലേക്ക് വരാനും തനിക്ക് ലഭിക്കുന്ന $30 ലക്ഷം പകുതി $15 ലക്ഷം നിനക്കുള്ളതാണെന്നും ജെസ്സിയോട് പറഞ്ഞു. നിങ്ങളുമായി യാതൊരു പരിപാടിക്കും ഇനി താനില്ലെന്ന് പറയുന്ന ജെസ്സി വാൾട്ടിനെ പരിചയപ്പെട്ടതു മുതലാണ് തന്റെ ജീവിതം തകർന്നതെന്നും തനിക്കിപ്പോൾ സ്വന്തമായി ഒന്നുമില്ലെന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മാത്രമല്ല, നിങ്ങൾ എന്നും എന്നെ കുറ്റപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെന്നും താനുണ്ടാക്കിയ മെത്ത് ഒന്നിനും കൊള്ളാത്തതാണെന്ന് പറഞ്ഞ് അവനെ കളിയാക്കിയതും വാൾട്ടിനെ ഓർമ്മിപ്പിക്കുന്ന ജെസ്സി നിങ്ങളുടെ അളിയനെ രക്ഷിക്കാനാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ അത് നടക്കില്ലെന്നും വാൾട്ടിനോട് തീർത്തു പറഞ്ഞു. നീ നന്നാവാൻ വേണ്ടി മാത്രമാണ് താൻ അതെല്ലാം ചെയ്തതെന്നും ഞാനുണ്ടാക്കുന്ന മെത്ത് പോലെ തന്നെ നീയുണ്ടാക്കിയതും മികച്ചതാണെന്ന് പറയുന്ന വാൾട്ട് കൂടുതലൊന്നും സംസാരിക്കാതെ അവിടെ നിന്നും പോയി. വാൾട്ട് പോയ ശേഷം അയാൾ പറഞ്ഞ കാര്യങ്ങൾ ജെസ്സി ശരിക്കും ചിന്തിച്ചു. ഒരു പക്ഷേ വാൾട്ടിൽ നിന്നും കേൾക്കാൻ ജെസ്സി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും എന്നാൽ വാൾട്ട് ഒരിക്കലും പറയില്ലെന്ന് കരുതിയതുമായ ഒന്നായിരുന്നു നിന്റെ മെത്ത് എന്റേതുപോലെ തന്നെ മികച്ചതാണെന്നത്. വാൾട്ടിനോട് എത്രയൊക്കെ ദേഷ്യമുണ്ടായിരുന്നെങ്കിലും ജെസ്സി എപ്പോഴും വാൾട്ടിനെ ഒരു ഗുരുവായിട്ടോ അല്ലെങ്കിൽ ഒരു അച്ഛന്റെ സ്ഥാനത്തോ ആണ് കണ്ടിരുന്നത്. ഒരു പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മെത്തുണ്ടാക്കുന്ന അഹങ്കാരിയായ വാൾട്ടർ വൈറ്റ് ആദ്യമായി തന്റെ കഴിവിനെ അംഗീകരിച്ചത് തനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അംഗീകാരമായി കാണുന്ന ജെസ്സി ആ ഓഫർ സ്വീകരിക്കാൻ തീരുമാനിച്ചു. തുടർന്ന് വാൾട്ടിനെ വിളിക്കുന്ന ജെസ്സി ആ ഓഫർ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അവനെ അറിയിച്ചു. ജെസ്സിയുടെ ഏറ്റവും വലിയ ദൗർബല്യം എന്താണെന്നും അവനെ എങ്ങനെ വരുതിയിലാക്കാമെന്നും വാൾട്ടിന് കൃത്യമായി അറിയാമായിരുന്നു. ഹാങ്കിനെ കേസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയും ഗെയിലിനെ ഒഴിവാക്കാനും വാൾട്ട് പ്രയോഗിച്ച ബുദ്ധിയായിരുന്നു നിന്റെ മെത്ത് എന്റേതുപോലെ നല്ലതാണെന്ന ആ വാക്കുകൾ. പണത്തേക്കാൾ ഉപരി തന്റെ ആത്മാഭിമാനത്തെ തൊട്ടുണർത്തിയ ആ വാക്കുകൾക്ക് മുൻപിലാണ് ജെസ്സി തന്റെ വാശി ഉപേക്ഷിച്ച് സമ്മതം മൂളിയത്. അതേസമയം ഹാങ്കിനെ വകവരുത്താൻ തീരുമാനിച്ച ലിയോണലും മാർക്കോയും അതിനുവേണ്ട ആയുധങ്ങൾ വാങ്ങാനായി ജോണി എന്ന ആയുധ വ്യാപാരിയെ കണ്ടു. ഒരു പോലീസുകാരനായ ഹാങ്കിനെ ആക്രമിക്കുമ്പോൾ അവൻ തിരിച്ചാക്രമിക്കും എന്നുറപ്പുള്ളതുകൊണ്ട് അവർക്ക് വേണ്ടിയിരുന്നത് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളായിരുന്നു. തുടർന്ന് തന്റെ ശേഖരത്തിലുള്ള ചില പ്രത്യേകതരം ബുള്ളറ്റുകൾ അയാൾ അവർക്ക് കാണിച്ചു കൊടുത്തു.
ബ്ലാക്ക് ഡെത്ത് എന്ന് വിളിക്കുന്ന അതിഭീകരമായ പ്രഹരശേഷിയുള്ള ഹോളോ പോയിന്റ് ബുള്ളറ്റുകളായിരുന്നു അത്. മനുഷ്യന്റെ ശരീരത്തിൽ കയറുന്ന നിമിഷം തന്നെ വികസിക്കുന്ന ഈ ബുള്ളറ്റുകൾ മനുഷ്യന്റെ തല ഒരു ക്യാബേജ് പോലെ ചിതറിക്കുമെന്ന് പറയുന്ന ജോണി അതിന്റെ ഒരു സാമ്പിൾ അവർക്ക് നൽകി. ശേഷം അയാൾ തന്റെ കയ്യിലുള്ള ഏറ്റവും മികച്ചതും ഭാരം കുറഞ്ഞതുമായ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ അവർക്ക് കാണിച്ചു കൊടുത്തു. ഇത് ധരിച്ചാൽ ബുള്ളറ്റുകൾ ഒരിക്കലും ശരീരത്തിൽ കയറില്ലെന്ന് ഉറപ്പു നൽകുന്ന അയാൾ താൻ അത് സ്ഥിരമായി ഉപയോഗിക്കുന്നതാണെന്ന് അവരോട് പറഞ്ഞു. അടുത്ത നിമിഷം ജാക്കറ്റിന്റെ ഉറപ്പ് പരിശോധിക്കാൻ വേണ്ടി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ലിയോണൽ തന്റെ തോക്കെടുത്ത് ജോണിയുടെ നെഞ്ചിലേക്ക് വെടിവെച്ചു. വെടിയേറ്റ് തെറിച്ചു വീണ അയാളുടെ അടുത്തെത്തിയ മാർക്കോ ആ ബുള്ളറ്റ് അയാളുടെ ശരീരത്തിൽ കയറിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അയാൾക്കതിന്റെ പണം നൽകി അവർ ഹാങ്കിനെ ലക്ഷ്യമാക്കി നീങ്ങി. അതേസമയം തന്റെ മേൽ ചുമത്തപ്പെട്ട കുറ്റത്തിന്റെ അവസാന വിചാരണയ്ക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് ഹാങ്ക്. ഒരു കാരണവശാലും ജെസ്സിയെ നിങ്ങൾ ദേഷ്യത്തിന്റെ പുറത്താണ് ആക്രമിച്ചതെന്ന് പറയരുതെന്നും താൻ അവിടെ ചെന്നപ്പോൾ അവൻ തന്നെ ആക്രമിക്കാൻ ശ്രമിക്കുകയും സ്വയരക്ഷയ്ക്ക് വേണ്ടി തനിക്ക് അവനെ മർദ്ദിക്കേണ്ടി വന്നതാണെന്നും മാത്രമേ പറയാവൂ എന്ന് മേരി ഹാങ്കിനെ ഉപദേശിച്ചു. എന്നാൽ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ തനിക്ക് താല്പര്യമില്ലെന്നും എന്തിന്റെ പുറത്താണെങ്കിലും താൻ ചെയ്തത് തെറ്റ് തന്നെയാണെന്നായിരുന്നു ഹാങ്കിന്റെ പക്ഷം. തുടർന്ന് തന്റെ ഉള്ളിലെ ഭയത്തെക്കുറിച്ച് ഹാങ്ക് മേരിയോട് ആദ്യമായി തുറന്നു പറഞ്ഞു. ടൂക്കോയെ കൊന്നതു മുതൽ താൻ മാനസികമായി തകർന്നുവെന്നും പല രാത്രികളിലും ഉറക്കം കിട്ടാതെ താൻ ശ്വാസം മുട്ടുകയാണെന്നും പറയുന്ന ഹാങ്ക് ഇതിൽ നിന്നും പുറത്തു കടക്കാൻ താൻ ശ്രമിച്ചെങ്കിലും എൽപാസോയിൽ വെച്ചുണ്ടായ സംഭവം കൂടി ആയപ്പോൾ താൻ പൂർണ്ണമായും തകർന്നു പോയെന്നും അവളോട് പറഞ്ഞു. ഒരു കുറ്റവാളിയാണെങ്കിലും ജെസ്സിയോട് താൻ ചെയ്തത് തെറ്റായി പോയെന്നും തന്റെ യഥാർത്ഥ വ്യക്തിത്വം അതല്ലെന്നും പറയുന്ന ഹാങ്ക് പതിയെ മാനസികമായി ഒരു ഭീരുവായി മാറുന്ന തനിക്ക് ഒരു പോലീസുകാരനായി തുടരാൻ ഇനി യോഗ്യതയില്ലെന്ന് പറഞ്ഞ് മേരിയുടെ മുൻപിൽ പൊട്ടിക്കരഞ്ഞു. ശേഷം വിചാരണയ്ക്ക് ഹാജരാകുന്ന ഹാങ്ക് എല്ലാം തന്റെ തെറ്റാണെന്ന് അവരുടെ മുന്നിൽ തുറന്നു സമ്മതിച്ചു. കുറ്റം സമ്മതിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് അവർ ഓർമ്മിപ്പിച്ചെങ്കിലും താൽക്കാലിക ലാഭത്തിനു വേണ്ടി കള്ളം പറയാൻ ഹാങ്ക് തയ്യാറായില്ല. പ്രത്യാഘാതങ്ങൾ എന്ത് തന്നെ ആയാലും അത് പൂർണ്ണമായും അംഗീകരിക്കാൻ താൻ തയ്യാറാണെന്ന് ഹാങ്ക് ഉറപ്പിച്ചു പറഞ്ഞു. ഇത് കേട്ട ഉദ്യോഗസ്ഥർ അവരുടെ അന്തിമ തീരുമാനം ഹാങ്കിനെ അറിയിച്ചു. ഈ നിമിഷം മുതൽ നിങ്ങളെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നുവെന്നും ജെസ്സി കേസുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ജോലി എന്നേക്കുമായി നഷ്ടപ്പെടുമെന്നും പറയുന്ന ഉദ്യോഗസ്ഥർ ഹാങ്കിനോട് അവന്റെ പോലീസ് ബാഡ്ജും തോക്കും തിരിച്ചേൽപ്പിക്കാൻ ആവശ്യപ്പെട്ടു. യാതൊരു മടിയും കൂടാതെ ഹാങ്ക് തന്റെ തോക്കും ബാഡ്ജും അവർക്ക് കൈമാറി. അതോടെ തന്റെ പോലീസ് ജീവിതം അവസാനിച്ചുവെന്ന നിരാശയോടെ അവിടെ നിന്നും ഇറങ്ങാൻ നേരം ഹാങ്കിനോട് സംസാരിക്കുന്ന ജോർജ് അവനോട് ഒരു കാര്യം പറഞ്ഞു. എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ജെസ്സി നിങ്ങൾക്കെതിരെയുള്ള കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ വാർത്ത വിശ്വസിക്കാൻ കഴിയാതെ അത്ഭുതപ്പെട്ട ഹാങ്ക് അവൻ എന്തിനു അങ്ങനെ ചെയ്യണമെന്ന് ജോർജിനോട് ചോദിച്ചു. അതൊന്നും തനിക്കറിയില്ലെന്നും ഒരു പക്ഷേ നിങ്ങളെ രക്ഷിക്കാൻ ഒരു മാലാക അവതരിച്ചിട്ടുണ്ടാകുമെന്നായിരുന്നു ജോർജിന്റെ മറുപടി. വാൾട്ടിന്റെ ഓഫർ സ്വീകരിച്ച ജെസ്സി ഹാങ്കിന്റെ പേരിലുള്ള കേസ് അപ്പോഴേക്കും പിൻവലിച്ചിരുന്നു. തൽക്കാലം സസ്പെൻഷൻ ലഭിച്ചെങ്കിലും കേസിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തോടെ പുറത്തിറങ്ങിയ ഹാങ്ക് മേരിയെ വിളിച്ചു. കാര്യങ്ങൾ എന്തായെന്ന് ചോദിച്ച മേരിയോട് എല്ലാം ഭംഗിയായി നടന്നുവെന്നും പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാം അവസാനിക്കാനാണ് സാധ്യതയെന്നും പറയുന്ന ഹാങ്ക് ബാക്കി കാര്യങ്ങളെല്ലാം വീട്ടിൽ വരുമ്പോൾ വിശദമായി പറയാമെന്നും പറഞ്ഞ് വീട്ടിലേക്ക് പോകാനൊരുങ്ങി. പെട്ടെന്നാണ് അപരിചിതമായ ഒരു നമ്പറിൽ നിന്നും ഹാങ്കിന് ഒരു ഫോൺ കോൾ വന്നത്. ഫോൺ എടുത്ത ഹാങ്കിനോട് രണ്ടുപേർ നിന്നെ കൊല്ലാൻ വരുന്നുണ്ടെന്നും എത്രയും പെട്ടെന്ന് അവിടെ നിന്നും രക്ഷപ്പെടാനും വിളിച്ച ആൾ പറഞ്ഞു. ആ ഫോൺ അവഗണിക്കുന്ന ഹാങ്ക് തന്റെ സുഹൃത്ത് ഗോമസ് തന്നെ കളിപ്പിക്കാൻ ചെയ്ത പരിപാടിയാണതെന്ന് കരുതി ഗോമസിന് ഒരു വോയിസ് മെസ്സേജ് അയച്ചു. നീ ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നതെന്ന് ചോദിക്കുന്ന ഹാങ്ക് ഫ്രീ ആകുമ്പോൾ തന്നെ വിളിക്കാനും അവനോട് പറഞ്ഞു. എന്നാൽ അതിനുശേഷം പുറത്തേക്ക് നോക്കുന്ന ഹാങ്കിന് ആ കോൾ സത്യമാണെന്ന് മനസ്സിലായി. ആയുധങ്ങളുമായി തന്നെ ലക്ഷ്യമാക്കി വരുന്ന ആ രണ്ടുപേരെ ഹാങ്ക് കണ്ടു. കാറിന്റെ പിന്നിലൂടെ ലിയോണൽ ഹാങ്കിന് നേരെ വെടിയുതിർത്തു. അതിവേഗത്തിൽ വണ്ടി റിവേഴ്സ് എടുത്ത ഹാങ്ക് പിന്നിലുണ്ടായിരുന്ന മറ്റൊരു വാഹനത്തിന് മേലേക്ക് ലിയോണലിനെ ഇടിച്ചിട്ടു. അതോടെ എഴുന്നേൽക്കാൻ സാധിക്കാത്ത വിധം അവന്റെ കാലുകൾ പൂർണ്ണമായും തകർന്നുപോയി. എന്നാൽ അപ്പോഴേക്കും മാർക്കോ ഹാങ്കിന് നേരെ തുടർച്ചയായി വെടിവെച്ചു. ഒരുവിധം കാറിൽ നിന്നും പുറത്തിറങ്ങിയ ഹാങ്ക് പിന്നിൽ വീണ് കിടക്കുന്ന ലിയോണലിന്റെ തോക്ക് കൈക്കലാക്കി മാർക്കോയെ വെടിവെച്ചെങ്കിലും അവൻ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചതിനാൽ അതൊന്നും അവന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽപ്പിച്ചില്ല. മാത്രമല്ല ഹാങ്കിന്റെ കയ്യിലെ തോക്കിൽ അപ്പോഴേക്കും ഉണ്ടകളും തീർന്നിരുന്നു. വെടിയേറ്റ് നിസ്സഹായനായി താഴെ കിടക്കുന്ന ഹാങ്കിന്റെ അടുത്തേക്ക് തോക്കുമായി വന്ന മാർക്കോ നീ അങ്ങനെ എളുപ്പത്തിൽ മരിക്കാൻ പാടില്ലെന്നും നിന്നെ ഇഞ്ചിഞ്ചായി കൊല്ലാനാണ് തനിക്ക് ഇഷ്ടമെന്നും പറഞ്ഞ് അവന്റെ കോടാലി എടുക്കാൻ പോയി. മാർക്കോ നേരത്തെ തോക്ക് ലോഡ് ചെയ്യാനായി പോക്കറ്റിൽ നിന്നും ഉണ്ടകൾ എടുക്കുന്നതിനിടയിൽ ജോണി അവർക്ക് നൽകിയ ബ്ലാക്ക് ഡെത്ത് എന്ന മാരക പ്രഹരശേഷിയുള്ള വെടിയുണ്ടയുടെ സാമ്പിൾ നിലത്തേക്ക് വീണത് ഹാങ്ക് ശ്രദ്ധിച്ചിരുന്നു. മാർക്കോ കോടാലി എടുക്കാൻ പോയ തക്കത്തിന് താഴെ കിടന്നിരുന്ന ആ ഉണ്ടയെടുത്ത് തന്റെ തോക്കിലിടുന്ന ഹാങ്ക് തിരികെ വന്ന് തന്നെ കൊല്ലാൻ ശ്രമിച്ച മാർക്കോയുടെ നെറ്റി ലക്ഷ്യമാക്കി നിറയൊഴിച്ചു. അതോടെ തല തകർന്ന് മാർക്കോ അവിടെ മരിച്ചു വീണു.